ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. നോമ്പിൻ്റെ 42-ാം ദിവസമായ ഇന്ന് അല്പസമയത്തെ ധ്യാനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം പത്രോസ് എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായം 24-ാം വാക്യം. നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്കായി ജീവിക്കേണ്ടതിന് അവൻ തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി അവൻ്റെ അടിപ്പിണരാൻ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. നോമ്പുകാലം ക്രിസ്ത്യ സമൂഹത്തിന് ഏറെ പ്രാധാന്യമർഹിക്കുന്നു. യേശുക്രിസ്തുവിലൂടെ ദൈവത്തോടുള്ള വ്യക്തിപരമായ ബന്ധം ആരംഭിക്കുവാനും ആഴമുള്ളതാക്കുവാൻ ഈ നാളുകൾ സാധ്യമാകുന്നു. ഇക്കാലം ഒരു കണ്ടെത്തലിൻ്റെ കാലം കൂടിയാണ്. നാം നമ്മെ കണ്ടെത്തുക, നമ്മുടെ തെറ്റുകൾ ക്ഷമിച്ച് പുതുജീവൻ നൽകുന്ന ദൈവത്തെ കണ്ടെത്തുക. അപ്പോഴാണ് നാം ദൈവമക്കളായി തീരുന്നതും ഈ നോമ്പ് അർത്ഥപൂർണ്ണമായി തീരുന്നതും. 1 പത്രോസ് 2:21 മുതൽ 25 വരെയുള്ള ഭാഗം വായിച്ചാൽ, അന്യായമായ മറ്റുള്ളവർ നമ്മോട് എങ്ങനെ പെരുമാറുമ്പോൾ നാം അവരോട് എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന പുസ്തകം നമ്മെ ഓർപ്പിക്കുന്നു. യേശു കർത്താവും അനീതികൾ സഹിച്ച് ഒരു ഉത്തമ ഉദാഹരണമായി നമ്മുടെ മുമ്പിൽ നിൽക്കുന്നു. ക്രിസ്തുവിനുണ്ടായ കഷ്ടപ്പാടുകൾ ഇത് പല വിധത്തിൽ ജീവിതത്തിൽ അനുഭവിക്കുന്നവർക്ക് പ്രായോഗിക പ്രബോധനവും പ്രതീക്ഷയും ഈ വാക്യം നൽകുന്നു. ക്രിസ്തുവിൻ്റെ പീഡാസഹനങ്ങൾ നമ്മുടെ രൂപാന്തരത്തിന് കാരണമായി തീരണം. നാം പാപത്തിനായി മരിക്കുന്നതും നീതിക്കായി ജീവിക്കുന്നതിനും വേണ്ടി കർത്താവ് സ്വയം പാപങ്ങൾ തൻ്റെ ശരീരത്തിൽ വഹിച്ചു. ദൈവം കാട്ടിത്തന്ന മാതൃകകൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി തീർക്കാൻ അപ്പോസ്തലൻ നമ്മോട് ഓർപ്പിക്കുന്നു. നമുക്കറിയാം, ക്രൂശിൻ്റെ വഴി ഒട്ടും സന്തോഷം നിറഞ്ഞതല്ല. യേശു കർത്താവിനെ എല്ലാവരും ഉപേക്ഷിച്ച പോലെ നമ്മളും എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ടേക്കാം. എന്നാൽ നാം ക്രിസ്തുവിനോടുകൂടെ പ്രതിസന്ധികളെ തരണം ചെയ്യാൻ നിശ്ചയമായി അവൻ നമ്മെ വിജയബോധത്തിൽ എത്തിക്കുക തന്നെ ചെയ്യും. ഈ നാളുകളിൽ ക്രിസ്തുവിനൊപ്പം വളരാൻ നമുക്ക് ഏവർക്കും സാധിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിൻ്റെ ആഴം ഉൾക്കൊള്ളുവാൻ ഞങ്ങളെ സഹായിക്കണമേ. തിന്മയ്ക്കെതിരെ പോരാടുവാനും എന്ത് വില കൊടുക്കേണ്ടി വന്നാലും നന്മയ്ക്കായി നിലകൊള്ളുവാനും ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.